ഹലോ വ്യൂവേഴ്സ്, ഈസി കൊമേഴ്സ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നെറ്റ് പേപ്പറായ പേപ്പർ 1 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന ടോപ്പിക്കിലെ ചെറിയൊരു ഭാഗമാണ് എടുക്കുന്നത്. ടൈപ്സ് ഓഫ് മെമ്മറി. ലെറ്റ്സ് സീ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് മെമ്മറി. പ്രധാനമായും 3 തരത്തിലുള്ള മെമ്മറീസ് ആണുള്ളത്: സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി ആൻഡ് ലോങ് ടേം മെമ്മറി. സെൻസറി മെമ്മറി എന്ന് പറയുമ്പോൾ വളരെ ചുരുക്കം ചില സെക്കൻഡുകൾ മാത്രം ഓർമ്മ നിൽക്കുന്നതാണ് സെൻസറി മെമ്മറി. ഡ്യൂ ടു സെൻസ് ഓർഗൻസ് അറിയാലോ. ഏതൊക്കെയാണ് സെൻസ് ഓർഗൻസ് ആയിട്ട് പറയാറുള്ളത്? സ്കിന്ന്, ഇയേഴ്സ്, ഐസ്, നോസ് ആൻഡ് ടങ് അല്ലേ? ഈ 5 സെൻസറി ഓർഗൻസിൽ നിന്നും കിട്ടുന്ന ചെറിയൊരു ഫീൽ കാരണം നമുക്ക് പെട്ടെന്ന് സെക്കൻഡുകൾ മാത്രം ഓർമ്മ നിൽക്കുന്നതാണ് സെൻസറി മെമ്മറി എന്ന് പറയുന്നത്. ഷോർട്ട് ടേം മെമ്മറി എന്ന് പറഞ്ഞാൽ ചില നിമിഷങ്ങൾ ഓർമ്മയിലുണ്ടായിരിക്കും. ലോങ് ടേം മെമ്മറി എന്ന് പറഞ്ഞാൽ ലൈഫ് ടൈം ആയിട്ട് നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്നതാണ് ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത്. ലെറ്റ്സ് സീ ഇൻ ഡീറ്റെയിൽ വാട്ട് ഈസ് സെൻസറി മെമ്മറി. ഓൾറെഡി പറഞ്ഞു, സെൻസറി ഓർഗൻസിലൂടെ നമുക്ക് വരുന്ന ഓർമ്മകൾ, ചില സെക്കൻഡുകൾ നിലനിൽക്കുന്ന ഓർമ്മകളാണ് സെൻസറി മെമ്മറി എന്ന് പറയുന്നത്. റിലേറ്റിംഗ് ടു അവർ നെറ്റ് എക്സാം ഒരു ഓറിയൻറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ നോർമലി നമ്മൾ 5 ടൈപ്സ് ഓഫ് സെൻസ് ഓർഗൻസിലെ 5 ഫീലിങ്സ് ആണ്: ടച്ച്, ഹിയറിംഗ്, സൈറ്റ്, സ്മെൽ, അതുപോലെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ ടച്ചിനെ പറയുന്നതാണ് ഹാപ്റ്റിക്. ടച്ചിൽ നിന്ന് വരുന്ന മെമ്മറിയാണ് ഹാപ്റ്റിക്. ഹിയറിംഗ് എക്കോയിക്, സൈറ്റ് ഐക്കോണിക്, സ്മെല്ല് ഒൾഫാക്ടറി ആൻഡ് ടേസ്റ്റ് ഗസ്റ്റേറ്ററി. ഇങ്ങനെ 5 തരത്തിലുള്ള ആ ഒരു ഫീല്, ആ സെൻസറി മെമ്മറിക്കാണ് ഹാപ്റ്റിക്, എക്കോയിക്, ഐക്കോണിക്, ഒൾഫാക്ടറി, ഗസ്റ്റേറ്ററി എന്ന് പറയുന്നത്. അതിൽ നോർമലി ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എക്കോയിക്കും ഐക്കോണിക്കുമാണ്. പേരിൽ തന്നെ ഉണ്ടല്ലേ. എക്കോയിക് എന്ന് പറയുമ്പോൾ ഹിയറിംഗുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. ഐക്കോണിക് എന്ന് പറയുമ്പോൾ സൈറ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ലെറ്റ്സ് സീ ദ സെക്കൻഡ് കാറ്റഗറി, ലോങ് ടേം മെമ്മറി. ലോങ് ടേം മെമ്മറി ഇസ് ഡിവൈഡഡ് ഇൻടു 2: എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ്. എക്സ്പ്ലിസിറ്റ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് എന്ന് പറയുന്നത് പുറത്തു നിന്ന് കിട്ടുന്ന നമുക്ക് മെമ്മറീസാണ്. ഇംപ്ലിസിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നർ ഫീലിങ്സിലൂടെ വരുന്ന മെമ്മറീസാണ് ഇംപ്ലിസിറ്റ് എന്ന് പറയുന്നത്. ലെറ്റ്സ് സീ വാട്ട് ഈസ് എക്സ്പ്ലിസിറ്റ്. എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ ഡിക്ലറേറ്റീവ് മെമ്മറി. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡിക്ലറേറ്റീവ് മെമ്മറി. അത് 2 തരത്തിലുണ്ട്: സിമാൻറ്റിക് ആൻഡ് എപ്പിസോഡിക്. സിമാൻറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഫാക്റ്റുകൾ അല്ലെങ്കിൽ ജനറൽ നോളേജ് വഴി നമുക്ക് ഓർമ്മ വരുന്നതാണ് സിമാൻറ്റിക് മെമ്മറി എന്ന് പറയുന്നത്. എപ്പിസോഡിക് മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഈവൻറ്റ്, എക്സ്പീരിയൻസ്, ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഓർമ്മകളാണ് എപ്പിസോഡിക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇംപ്ലിസിറ്റ് ആണ്. ഇംപ്ലിസിറ്റ് ഇസ് ഡിവൈഡഡ് ഇൻടു 3: ദാറ്റ് ഈസ് പ്രൈമിംഗ്, പ്രൊസീജ്വറൽ ആൻഡ് ലേണിംഗ് ത്രൂ ക്ലാസിക്കൽ കണ്ടീഷനിങ്. സോ പ്രൈമിംഗ് എന്ന് പറയുന്നത് പെർപെക്ച്വൽ, ഇംപ്ലിസിറ്റ് എന്ന് പറയുന്നത് പ്രൈമിംഗ്, പ്രൊസീജ്വറൽ, ലേണിംഗ് ത്രൂ ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഈ 3 തരത്തിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൈമിംഗ് എന്ന് പറയുന്നത് പ്രൈമായിട്ട് നമുക്ക് എന്തെങ്കിലും തുടക്കത്തിൽ എന്തെങ്കിലും ഒരു മെമ്മറി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൈറ്റ് ഇട്ട് തന്നിട്ട് അതിനെ തുടർന്ന് വരുന്ന സംഭവത്തിനെ നമ്മൾ എന്ത് ചെയ്യണം, അതുമായി കണക്ട് ചെയ്തിട്ട് പറയുന്നതിനെയാണ് പ്രൈമിംഗ് അല്ലെങ്കിൽ പെർപെക്ച്വൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളോടൊരു കളറ് പറയുകയാണ്, ഒരു ഗ്രീൻ എന്നുള്ള കളറാണ് പറയുന്നതെന്ന് വിചാരിക്കാം. ഗ്രീനുമായി കളക്ട് ചെയ്ത് പറഞ്ഞതിന് ശേഷം അതിനുശേഷം ഏതെങ്കിലും ഒരു ട്രീനെ പറയുമ്പോൾ നമ്മൾ ഗ്രീനറിയുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു ട്രീൻ്റെ പേരായിരിക്കും നമ്മൾ പറയുക. കാരണം നമ്മുടെ മെമ്മറിയിൽ ഗ്രീൻ കളറായിരിക്കും മനസ്സിലാദ്യം വരിക. അത് കഴിഞ്ഞിട്ട് അതിന് കണക്ട് ചെയ്തിട്ട് നമ്മളൊരു ട്രീനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ പ്ലാന്റ്, അങ്ങനെയുള്ള ഗ്രീനറിയുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരിക. അതാണ് പ്രൈമിംഗ് എന്ന് പറയുന്നത്. ദെൻ പ്രൊസീജ്വറൽ അല്ലെങ്കിൽ മോട്ടോർ ആൻഡ് കോഗ്നിറ്റീവ് സ്കിൽസ് എന്ന് പറയുന്നത്. പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോസസ്സായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊസീജിയർ ചെയ്ത് ശീലമുള്ള ഒരു കാര്യം ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് പ്രൊസീജ്വറൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ സൈക്കിൾ ഡ്രൈവിംഗ് അല്ലെങ്കിൽ മോട്ടോർ ഡ്രൈവിംഗ് അല്ലെങ്കിൽ ലാംഗ്വേജ് ആയിക്കോട്ടെ, നമ്മൾ എന്തെങ്കിലും ഒരു ലാംഗ്വേജ് നോർമലി പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ ലാംഗ്വേജ് തന്നെ എന്തെങ്കിലും ഒരു ഗ്രാമാറ്റിക് മിസ്റ്റേക്കൊക്കെ നോർമലി കാണുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മളത് എന്ത് ചെയ്യും,
ഒരു അത് കറക്റ്റ് ചെയ്യാനുള്ള ഇതുണ്ട് അല്ലേ. അതാണ് കോഗ്നിറ്റീവ് സ്കിൽസ്. ഏതെങ്കിലും സ്കില്ലുകൾ നമ്മൾ പഠിച്ചത് ഉള്ളിലുണ്ടായിരിക്കും, നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ നമ്മളത് എടുക്കും. അത് ലോങ് ടേം മെമ്മറിയിൽ വരുന്നതാണ് പ്രൊസീജിയറൽ. പിന്നെയാണ് ലേണിംഗ് ത്രൂ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അതെന്താണ് നോർമലി ക്ലാസിക്കൽ കണ്ടീഷനിങ്, അതങ്ങനെ ഒബ്വിയസ് ആയിട്ട് ക്ലാസിക്കലായിട്ട് നമ്മൾ ഒരു മെമ്മറി വരുന്നതാണ് ലേണിംഗ് ത്രൂ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ലേണിംഗ് ത്രൂ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ക്ലാസിക്കലായിട്ടുള്ള ഒരു കണ്ടീഷനിങ്ങിലൂടെ പഠിക്കുന്നതാണ്, ഇത് മെമ്മറിയിൽ വരുന്നതാണ്. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് നമുക്ക് പോകുമ്പോൾ നോർമലി ഒരു ഡെൻറ്റിസ്റ്റിനെ കാണിക്കുന്ന സമയത്ത് വി ആർ നോട്ട് ഫിയർ ഓഫ് എനിത്തിങ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യും, പല്ലിന് എന്തെങ്കിലും കേടുകളുണ്ടോ എന്നൊക്കെ നോക്കി അങ്ങനെ നോർമൽ പ്രൊസീജിയറിലൂടെ പോകും. പക്ഷേ എന്തെങ്കിലും ഒരു ചെറിയൊരു എന്തെങ്കിലും പല്ലിലെ എന്തെങ്കിലും കേടുപാടുകൾ തീർക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഡെൻറ്റിസ്റ്റ് എന്തെങ്കിലും സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് അതിലുപയോഗിക്കുമ്പോൾ ഡ്രില്ലിങ് അങ്ങനെയുള്ള സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അതിൽ വരുന്ന പെയിൻ ഉണ്ടായിരിക്കുമല്ലോ, ആ പെയിൻ നമ്മുടെ മെമ്മറിയിൽ ഉണ്ടായിരിക്കും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഒരു സെഷൻ നമ്മൾ അടുത്ത പ്രാവശ്യം ഡോക്ടറെ കാണാൻ പോകുമ്പോൾ നമുക്ക് ഇതേപോലെ അത് ഡ്രില്ലിങ്ങിൻ്റെ ആ ഫിയർ അല്ലെങ്കിൽ ആ പെയിനിൻ്റെ ആ ഒരു വേദനയുടെ ആ ഒരു ഓർമ്മ ഉണ്ടായിരിക്കും അല്ലേ. അതാണ് ലേണിംഗ് ത്രൂ ക്ലാസിക്കൽ കണ്ടീഷനിങ്. എന്ന് വെച്ചാൽ ആ കണ്ടീഷനിങ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആഫ്റ്റർ ദ എക്സ്പീരിയൻസ്, ആ ഒരു എക്സ്പീരിയൻസിന് ശേഷം നമുക്ക് മനസ്സിൽ ആ ഡ്രില്ലിങ്ങിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിൽ പെയിൻ ആയിരിക്കും. അതാണ് ലേണിംഗ് ത്രൂ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. നൗ ഷോർട്ട് ടേം മെമ്മറി എന്താണെന്ന് നോക്കാം. ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത് വർക്കിംഗ് മെമ്മറിയാണ്. വർക്കിംഗ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷോർട്ട് ടേം കുറച്ച് നിമിഷങ്ങൾ മാത്രം ഓർമ്മയുള്ളൂ അല്ലേ. അതുപോലെ ആ കുറച്ച് നിമിഷമുള്ള ആ മെമ്മറിയിൽ വരുന്ന ഒരു ടേമാണ് വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ വർക്കിംഗ് മെമ്മറി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം ആ ഒരു മൈൻഡിലിരുന്ന് ആ ഒരു പ്രോസസ്സിങ് നടക്കുന്ന ആ ഒരു മെമ്മറി ടൈപ്പാണ് വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്നത്. ബാഡ്ലി ആൻഡ് ഹിച്ച് മോഡൽ ഓഫ് വർക്കിംഗ് മെമ്മറിയാണ് പോപ്പുലറായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. 1974 ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ടേമാണ് വർക്കിംഗ് മെമ്മറി എന്ന് പറഞ്ഞാൽ. അതിൻ്റെ 4 കമ്പോണൻസ് ആണ്: സെൻട്രൽ എക്സിക്യൂട്ടീവ്, ഫോണോളജിക്കൽ ലൂപ്പ്, വിഷ്വോസ്പേഷ്യൽ, സ്കെച്ച് പാഡ് ആൻഡ് എപ്പിസോഡിക് ബഫർ. ഒന്നുകൂടി പറയാം. കോമ്പോണൻസ്: സെൻട്രൽ എക്സിക്യൂട്ടീവ്, ഫോണോളജിക്കൽ ലൂപ്പ്, വിഷ്വോസ്പേഷ്യൽ, സ്കെച്ച് പാഡ് ആൻഡ് എപ്പിസോഡിക് ബഫർ. അപ്പോൾ നമുക്ക് നോക്കാം. സെൻട്രൽ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് എ കൺട്രോൾ സിസ്റ്റം. നമ്മുടെ കൺട്രോൾ സിസ്റ്റം വരുന്ന ഒരു മെമ്മറി ടൈപ്പാണ് ഈ സെൻട്രൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് എന്തെങ്കിലും പ്രോസസ്സ്, എന്തെങ്കിലും ഒരു മെമ്മറി വരുന്ന പെട്ടെന്ന് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്ന ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റമാണ് സെൻട്രൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫോണോളജിക്കൽ ലൂപ്പ്. ഫോണോളജിക്കൽ ലൂപ്പ് എന്ന് പറഞ്ഞാൽ വെർബലായിട്ട് അല്ലെങ്കിൽ ഓഡിറ്ററി ആയിട്ട് എന്തെങ്കിലും കേട്ടിട്ട് വരുന്ന ഓർമ്മയാണ് ഫോണോളജിക്കൽ ലൂപ്പ് എന്ന് പറയുന്നത്. വിഷ്വോസ്പേഷ്യൽ, സ്കെച്ച് പാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വിഷ്വലായിട്ട് കാണുന്നത് നമ്മൾ പിന്നെ അത് ഒരു ഒരു സ്പേസ് കിട്ടുന്ന സമയത്ത് നമ്മളത് സ്കെച്ച് ചെയ്ത് നോക്കുക. ഫോർ എക്സാമ്പിളായിട്ട് ഇഫ് യു ഹിയർ എ സ്റ്റോറി, ഒരു കഥ കേൾക്കുന്ന സമയത്ത് ആ കഥയെ നമ്മൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമ്മളത് വിഷ്വലൈസ് ചെയ്യും അല്ലേ. അതാണ് വിഷ്വോസ്പേഷ്യൽ സ്കെച്ച് പാഡ് എന്ന് പറയുന്നത്. ദെൻ എപ്പിസോഡിക് ബഫർ. എപ്പിസോഡിക് ബഫർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഒരു എപ്പിസോഡ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഓർമ്മ നിലനിൽക്കുന്നതാണ് എപ്പിസോഡിക് ബഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ടൈപ്സ് ഓഫ് മെമ്മറിയുമായി റിലേറ്റ് ചെയ്തിട്ട് നെറ്റ് എക്സാമിന് ചോദിക്കാവുന്ന ചില ടേംസ് എന്ന് പറയുന്നത്.